മാജിക്കൽ ആയിട്ടുള്ള ഒരു ഇന്നർ സൈഡിലേക്ക് പോവാൻ എല്ലാവരും റെഡിയാണോ? ആണെങ്കിൽ വീഡിയോ മോഡിൽ വരിക. അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെ വീഡിയോ മോഡൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ മതിയോ? എന്താണോ വേണ്ടത് അതിനനുസരിച്ച് വീഡിയോ മോഡിലേക്ക് വരിക. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ എത്തിപ്പെടലിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു എനർജിയെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ മോഡിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതിൽ കുറേ പേരിങ്ങനെ എവിടെ ഉണ്ട്, മാറിയിരിപ്പുണ്ട് കേട്ടോ. ഇന്നർ ചൈൽഡില് നമ്മൾ എന്താ ചെയ്യാ? കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? നമ്മളെ ആരും കാണണ്ടാന്ന് വെച്ച് മുഖം പൊത്തി വെച്ചിരിക്കാറുണ്ടോ? ഇല്ലാലോ. നമ്മൾ എന്തായിരിക്കും ചെയ്യാ? നമ്മൾ എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കും അല്ലെ? ചിരിയും കളിയും ചിരിയും ഒക്കെ ആയിട്ട് എന്തായിരിക്കും എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ അതേപോലെ എന്തുകൊണ്ടാവാൻ പറ്റാത്തെ? നമ്മൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചാൽ ശരിയാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, എന്തായിരിക്കും പറയുന്ന കാര്യം? അത് എന്തൊക്കെയോ ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ടൊന്നും സംസാരിക്കാൻ പറ്റണില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ എനിക്കറിയില്ല, ആൾക്കാരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യവും ഒരു തവണയല്ലേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിനെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് 10,000 വട്ടം നമ്മളിലേക്ക് ആക്കുമ്പോൾ അത് അവിടെ സ്ഥായിയായിട്ട് വരികയല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇന്നിപ്പോ നമ്മൾ ചെയ്ത മെഡിറ്റേഷനിൽ നമ്മുടെ കുട്ടിക്കാലത്തെ നല്ല കാര്യങ്ങളൊക്കെയാണ് ഓർത്തെടുത്തത്. എത്ര പേര് ഓർത്തെടുത്തിട്ടുണ്ടാവും? ഇപ്പൊ എന്ത് ചെയ്യാ? നോട്ട്ബുക്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഒരു നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാക്കിയ ഒരു 3 കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. 3 മതി, കൂടുതൽ എഴുതണ്ട. അതിനുള്ള സമയം ഞാൻ തരില്ല. കറക്റ്റ് ഇന്ന് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണം. സന്തോഷകരമായ 3 കാര്യം, കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷകരമായ 3 കാര്യത്തെ ഓർക്കുക, എഴുതി വെക്കുക. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് ഇല്ലായ്മയും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതിലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയും അതിലപ്പുറം നേടിയെടുക്കുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുൻപോട്ട് വരുന്നവർ നേടിയെടുക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെനിക്ക് ശരിയാവാത്തതാണ്, അല്ലെ എന്നെ കൂടി ചെയ്യാൻ പറ്റാത്തതാണ്, അത് അത് എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ടീച്ചർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയതാണ്, അല്ലെ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഏജിലും നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? ആ സംഭവത്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, നമ്മളെയാണോ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ട് ആ സംഭവത്തെ വിട്ടുകളയാൻ കഴിയുന്നില്ല? അവിടെ നമ്മൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടല്ലേ അതിനെ കണക്ക് കൂട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേ അതിനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നേനെ. ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അതൊരു കംഫർട്ട് സോൺ ആക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നർ ചൈൽഡിൽ ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സാരില്ല വെച്ചാല് ചിലര് എന്താ പറയാ, കുട്ടിയായിരിക്കുന്ന സമയത്ത് പറയും നിനക്ക് പറ്റില്ലാത്തതല്ലേ,
നീ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന്. ആ കുട്ടിയിൽ ഉണ്ടാകുന്ന വികാരം എന്താണ്? കുറച്ച് വലുതായി കഴിയുമ്പോഴും കൂടുതൽ ആക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുമ്പോഴും ആ കുട്ടി മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് വയ്യാത്തതൊക്കെയല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതല്ല എന്റെ ബലം എന്ന് തിരിച്ചറിഞ്ഞ് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ആ തോട്ടിനെ ഒന്ന് പിക്ക് ചെയ്തെടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യാം? എന്തിന് ഞാൻ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അത് നല്ല പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, എന്റെ കുട്ടിക്കാലത്ത് ഇന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ഇത്രയും വർഷം എന്തിന് എന്റെ കൂടെ കൊണ്ടു നടന്നു? ആ കൊണ്ട് നടന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്? നേട്ടങ്ങൾ ഉണ്ടായോ? അതോ കോട്ടങ്ങളാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കിക്കേ. അപ്പൊ എവിടെയാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വർഷം, ആ ഒരു വർഷത്തിന് കണക്ക് കൂട്ടുന്നത് ഒരു വഴിക്ക്, ഇത്രയും സമയം നമ്മുടെ ഏതൊക്കെ റെലമിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു? അവിടെയൊക്കെയും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇനിയും അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണത്, ഇനിയും ഞാൻ ഇതിനെ എന്റെ കൂടെ കൊണ്ടു നടക്കണോ, അതോ ഞാൻ ആക്ഷൻ എടുക്കണോ? അവിടെയും നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ഞാൻ ആക്ഷൻ എടുത്താൽ എനിക്ക് എന്താണ് ലഭിക്കുക? ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുക? അപ്പൊ ഇവിടെ നമ്മൾക്ക് താൻ പാതി ദൈവം പാതി എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യേണ്ടത് ചെയ്തു വെച്ചാൽ എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് റബ്ബ് അവിടെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ പാത്തിന് തന്നെ നമ്മളിലേക്ക് എത്തും. പക്ഷെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ആ എന്താണോ എനിക്ക് കിട്ടുന്നത് അതിനെ മേടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളതിൽ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടണം. അപ്പൊ അവിടെ പരാതി പറയാൻ പാടില്ല. അപ്പൊ അവിടെ എന്റെ ഇന്നർ ചൈൽഡ് ഉണ്ടായിട്ടാണ്, എന്റെ ലൈഫിൽ ഉണ്ടായിട്ടാണ്, ഇതൊന്നും പറയാതെ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ട് മുതിർന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ശരിക്കും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വിട്ടേക്കുക. ഇങ്ങനെയാണ്, ഇത് മതി, പിന്നെ അതിൽ കൂടുതൽ വേറൊരു കാര്യത്തിലേക്കും പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ആക്ഷൻ എടുക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇന്ന് ആ ഒരു മെഡിറ്റേഷനിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തി വിട്ടിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെയാണ്, അതായത് നിങ്ങളാകുന്ന നിങ്ങളുടെ കുഞ്ഞിനെ. അപ്പോൾ ആ കുഞ്ഞിന് എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയായിരുന്ന സമയത്ത് എല്ലാത്തിനെയും തിരിച്ചറിയാനും ആസ്വദിക്കാനും പേടിയില്ലാതെ ഏതൊരു സാധനത്തെ പോയും പിടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു എനർജി അവന്റെ ഉള്ളിലുണ്ട്, ആ കുഞ്ഞിന്റെ ഉള്ളിലുണ്ട്. ആ എനർജി ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അതിന്റെ ചുറ്റും നമ്മൾ കെട്ടിയിരിക്കുന്ന വേലിക്കെട്ടുകൾ കൊണ്ടാണ്. അപ്പൊ അതിനെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ നമുക്കൊരു ചെറിയൊരു ടൂൾ ചെയ്യാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്തെടുക്കുക. ജസ്റ്റ് ഒരു കാര്യത്തെ ഓർത്തെടുക്കുക. അതിന്റെ പിക്ചർ എന്താണോ അതിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്, നന്നായിട്ട് അതിന്റെ ഒരു പിക്ചർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മുടെ ബ്രെയിനിന്റെ വലതുവശത്തേക്ക് മാറ്റി വെക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മാറണം. ചെറുതായിരിക്കുമ്പോൾ ഉള്ളത് വേണമെങ്കിൽ അതെടുക്കാം. ഇപ്പോഴും കൊണ്ട് നടക്കുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസത്തെ എടുത്തോളുക. ചെറുപ്പത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ എടുക്കണം. കാരണം അതിനെ നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റി വിടുക എന്നുള്ളത്, ആ കുട്ടിയെ ഉണർത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളൂ? ബാക്കി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ട് ഇങ്ങനെ വന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ആ ഒരു സംഭവത്തെ ഒരു പിക്ചർ പോലെ കാണുക. അതില് വേദനിപ്പിക്കുന്നത് ഉണ്ടാവാം, ബുദ്ധിമുട്ടിക്കുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, അതിനെ കണ്ടിട്ട് അത് നേരെ ബ്രെയിനിന്റെ വലതുവശത്തേക്ക് മാറ്റി നീ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറയുക. അതിനോടൊരു സജഷൻ കൊടുത്ത് നീ ഇങ്ങോട്ടേക്ക് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെക്കുക. ഇനി അടുത്തത്, ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ശരിക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. അത് ആരോഗ്യമാണെങ്കിൽ ശരിക്കുള്ള ആരോഗ്യം കാണാം, സമ്പത്താണെങ്കിൽ സമ്പത്ത് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല
എന്താ പറയാ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ കാണാം. അത് എന്തുമായിക്കോട്ടെ, അതിന്റെ ഒരു വർണ്ണങ്ങൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിറങ്ങളാൽ ഉള്ള ആ ഒരു പിക്ചർ കാണുക. ആ പിക്ചറിനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കുക, കളർഫുൾ ആക്കുക. അത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണം. ആ ഒരു പിക്ചറിനെ മോടി പിടിപ്പിച്ച് നിങ്ങളുടെ ബ്രെയിനിന്റെ ഇടതുവശത്ത് സ്ഥാപിക്കുക. നമ്മുടെ ബ്രെയിനിന് ഒരു സവിശേഷതയുണ്ട്. അതിന്റെ വലതുവശത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പഴയതിലേക്ക് അത് കളയും. അതായത് മറച്ചു കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയും, പഴയതാക്കി മാറ്റും. ബ്രെയിൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെയാണ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പുതിയ പുതിയ കാര്യങ്ങളിൽ നമ്മൾ സാധാരണ നമ്മളുടെ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ പിക്ചർ, ഇടതുവശത്ത് കൊടുത്തിട്ടുള്ള ആ പിക്ചറിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഒന്ന് നന്നായിട്ട് ചിന്തിക്കുക, അതിനെ ഫീൽ ചെയ്യുക. ആ മോടി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു പിക്ചറിനെ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനെ കാണുക. അതിങ്ങനെ നിങ്ങളിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നിങ്ങൾ ആ ഒരു കാര്യത്തെ ഫീൽ ചെയ്ത് കാണുക. ഈ ഒരു നിമിഷത്തില് ഈ ഒരു സജഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുക്കുക. എൻ്റെ ബ്രെയിനിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലതുവശത്ത് കൊടുക്കുന്ന കാര്യങ്ങളെയൊക്കെ അത് മറവിയിലേക്ക് അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. പുതിയതിനെ എൻ്റെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഇനി മുതൽ എൻ്റെ പിക്ചർ എന്നുള്ളത് ഒരു ഓട്ടോ സജഷൻ പോലെ ഉള്ളിലേക്ക് കൊടുത്തേക്കുക. എന്നിട്ട് ആ പിക്ചറിനെ റിപ്പീറ്റ് ചെയ്ത് കുറച്ച് തവണ കണ്ടുകൊണ്ടേയിരിക്കുക. ആ കാണുമ്പോൾ ആ പിക്ചറിൽ നിങ്ങൾ അലിഞ്ഞു ചേരണം എന്നുള്ളതാണ്. ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് സ്പേസ് ആണ് കാണുന്നതെങ്കിൽ ആ സ്പേസിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ കാണുക. അതൊരു ജീവനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ഫീലോട് കൂടി തന്നെ, ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഫീലോട് കൂടി തന്നെ നിങ്ങൾ അതിനെ കാണുക എന്നുള്ളതാണ്. ആ കണ്ട കാര്യങ്ങളെ ശരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേ. അതായത് നമ്മൾ അലമാരയിൽ നമ്മുടെയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് നോക്കിയിരിക്കത്തില്ല, എന്ത് രസമാണ് കാണാൻ, എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ പോലെ ആ ഒരു ചിത്രത്തെ ആ ഒരു ഭംഗിയിൽ അടുക്കി പെറുക്കി വെക്കുക. നല്ല മൊഞ്ചുണ്ട് കാണാൻ, ഇത് ഞാൻ തന്നെയാണ്, അല്ല ഏതാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ആക്ഷൻ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഫീൽ ചെയ്യാം. ജസ്റ്റ് അങ്ങ് റിലീസ് ചെയ്ത് പുറത്തേക്ക് വരിക. നിങ്ങൾ എന്താണോ കണ്ടിട്ടുള്ളത് ആ പിക്ചർ എന്താണെങ്കിലും അത് നിങ്ങളൊന്ന് അവിടെ ഒന്ന് എഴുതി വെക്കുക ബുക്കിൽ. ഓക്കെ, സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ചെറുപ്പകാലത്തിലെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ, ഓക്കെ ഡൺ, നമ്മളൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നിമിഷത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറുപ്പകാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് പരാതികൾ ഉള്ളിൽ തോന്നുന്നത്? ആ പരാതികളിലൂടെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനെ പരാതി പറയാറുണ്ടോ? എൻ്റെ ഉമ്മയ്ക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ല എൻ്റെ ഭാവ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്.
അവരുണ്ടായത് കൊണ്ടായിരുന്നില്ലേ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകല്ലേ വേണ്ടത്. നമുക്ക് എന്തോ സംഭവിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ വരാനും ഇതൊക്കെ അനുഭവിക്കാനും അല്ലെങ്കിൽ ഇതിനെയൊക്കെ കാണാനും നമ്മൾക്ക് സാധിച്ചിട്ടില്ലേ, ഈ ഒരു നിമിഷത്തിലായിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലേ. അപ്പൊ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? പറയണോ വേണ്ടയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പോ അതെന്താണ്? ഈ നിമിഷത്തിലായിരിക്കുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ എഴുതി വെക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. എൻ്റെ ഇന്നർ ചൈൽഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ എനിക്ക് ജീവിക്കാൻ സാധിച്ചതും എഴുതിയോ? എൻ്റെ ഇന്നർ സൈഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ എനിക്ക് ജീവിക്കാൻ സാധിച്ചതിന് താങ്ക് യു. അൽഹംദുലില്ലാ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല പോരായ്മകളും എൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് നന്ദി പറയുന്നു. ഞാനിത് ഇങ്ങനെ ഇത്രത്തോളം പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏതൊരു വൂണ്ടിനെയും നമ്മുടെ സജഷനിലൂടെ നമ്മൾക്ക് അതിനെ ഹീല് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സജഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് സജഷനിലൂടെ നമ്മുടെ ഇന്നർ ചൈൽഡിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ്റെ അനുഗ്രഹങ്ങളാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ അത് എന്നെ ബ്ലോക്ക് ചെയ്യുകയല്ല എന്ന തിരിച്ചറിവിലേക്ക് വരിക ചെയ്യണം. എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോ സജഷൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സജഷനിലൂടെ ആ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സജഷനിലൂടെ മാറ്റാൻ സാധിക്കുക എന്നുള്ളത്. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇന്ന കാര്യം എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു, അൽഹംദുലില്ലാ അല്ലെ താങ്ക് യു എന്ന് പറയുമ്പോൾ ആ എത്ര വേദനിപ്പിക്കുന്ന ആ ഒരു സംഭവമാണെങ്കിലും അത് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറിയതായിട്ടാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആ വൂണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു വേദന വന്നിട്ട് പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. അപ്പൊ ആ ബ്രെയിൻ എന്താണ് ഏറ്റെടുക്കുന്നത്? അതൊരു അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ആ ഒരു സന്തോഷമല്ലേ ഉണ്ടാവുക? അപ്പൊ നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്. ആ ഒരു സജഷനിലൂടെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ എന്തിലേക്കാ മാറേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട്, ഒരുപാട് ട്രോമാസ് ഉണ്ട്, ഒരുപാട് ഹീലിംഗ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ്, ഇതെന്ന് ഞാൻ ചെയ്ത് തീർത്തിട്ട് എനിക്ക് മാറാനാ, ഈ ഒരു ചിന്തയൊന്നും വേണ്ട. എന്തിലേക്കും കൊടുക്കാം? ഒരു സജഷനിലൂടെ നമുക്ക് ആ ഹീലിംഗ് പ്രോസസ്സിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അവിടെ അറിയുക, അന്നേരം നമുക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഞാൻ ഇന്നിപ്പോ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ട് ആയാൽ മതി, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട. നമ്മൾ, അതായത് സെൽഫിനെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അതിന് കംഫർട്ട് ആവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ സജഷനിലും ഹീലിംഗ് നടക്കും. അതില് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതെങ്ങനായിരിക്കും പ്രൂവ് ആകുക എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും
നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? ഇതിൽ മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ഹീലർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എൻ്റെ ഏറ്റവും വലിയ ഹീലർ ഞാൻ തന്നെയാണ്. എന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് തന്നെയാണ്. വേറൊരാൾക്ക് എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, എനിക്കൊരു ടൂള് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, 11 ദിവസം 11 തവണ ഒരു കാര്യം മാത്രം എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ ലഭിച്ചതിന് നന്ദി, നന്ദി, നന്ദി. ആ ഒരു കാര്യം എഴുതുക, അത് എനിക്ക് ലഭിച്ചതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 11 തവണ എഴുതുകയും 11 ദിവസം എഴുതുകയും 11 ദിവസം കഴിഞ്ഞിട്ട് അത് കീറിക്കളയുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് കംഫർട്ടായിരുന്നു, എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് ലഭിക്കുന്നുണ്ട് എന്നുള്ള. അപ്പൊ എൻ്റെ ഒരു വിശ്വാസവും എനിക്ക് സേഫ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്ന കാര്യവും ചെയ്യുമ്പോൾ എനിക്ക് അതിലേക്ക് റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാനല്ല പറയുന്നത്, നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ എഴുതി അതിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ട് വരിക. ഓക്കെ, എവിടെയും ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയും നമ്മൾക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് നമ്മളായിട്ട് മാറിയിരിക്കണം. നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുകയും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെ മറ്റു ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആ ഒരു ക്ലാസ് കിട്ടുന്ന സമയത്ത് നല്ല പവർഫുൾ ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ആ ഒരു നിമിഷം നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സെറ്റ് ആക്കണം. അന്നേരം ഭയങ്കര ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരും. ഈ പറഞ്ഞ ഞാൻ അതേപോലെ ആയിരുന്നു. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ എല്ലാ മാസവും ക്ലാസ് ഉണ്ടാവും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അപ്പൊ തന്നെ മൈൻഡിൽ കൂടെ പല കാര്യങ്ങൾ കടന്നു പോകും. ശരിയാണ്, ഇത്ര പേരെ കാണണം, സംസാരിക്കണം, ഇന്നത് പർച്ചേസ് ചെയ്യിപ്പിക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെല്ലാം അവിടെ ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കും എന്നുള്ളതാണ് കേട്ടോ. അവിടുന്ന് വീട്ടിൽ വന്നു പിറ്റേ ദിവസം ആകുമ്പോൾ അത് ആവി പോയ പോലെ പോകുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, ആ എനർജി നമ്മളിലേക്ക് വരുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതും നമ്മൾ തനിയെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തത്, നമ്മളുടെ വോയിസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹീലിംഗ്. ഞാൻ എൻ്റെ വോയിസിൽ എൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സജഷനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്നിൽ വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ മെന്ററിങ് എടുത്തവർക്ക് അറിയാം, അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അങ്ങനത്തെയാണ്. വോയിസ്, സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് ടാസ്കുകൾ അറിയിക്കണം എന്നുള്ളതാണ്. കാരണം ആ വോയിസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വോയിസിലൂടെ നമുക്ക് എനർജി അളക്കാനും സാധിക്കും. അവർക്ക് എന്തെങ്കിലും ആ ഒരു സമയത്ത് അവരുടെ എനർജി ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ പോലും ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തത്തിൽ പ്രവർത്തിക്കുക. അല്ലാതെ നമ്മൾ ഏതിലൂടെ പോയി പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും എൻ്റെ വീക്ക്നെസ് എന്താണെന്നും എൻ്റെ പോരായ്മ എന്താണെന്നും ഞാൻ അറിഞ്ഞ് അതിനെ നികത്തുമ്പോഴാണ് എനിക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. അതിന് നമുക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് വേണം. ശരിക്കും മെന്റേഴ്സിന്റെ സപ്പോർട്ട് വേണം. അവരതിനൊരു വഴികാട്ടിയായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആരും പറയുന്നത് അതേപോലെ ചെയ്യുക എന്നുള്ളതല്ല, അത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടേതായ ശൈലിയിൽ ചെയ്യുക എന്നുള്ളത്. ഇവൻ ഞാൻ EFT പഠിച്ചു, ഞാൻ എൻ്റെതായ രീതിയിൽ അതിനെ മെത്തേഡാക്കി എടുക്കുക ചെയ്ത്. അതേ EFT ആണ്, പക്ഷെ എനിക്ക് ആ ഒരു മെത്തേഡിൽ ഫൊർഗീവ് എങ്ങനെ ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ചെയ്യണം, മറ്റു പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം, ഇതിനൊക്കെ ഒരു പാറ്റേൺ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ മൈൻഡ് പവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ടൂൾ ഇങ്ങനെയാണ് ചെയ്യണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ടൂളിലൂടെ എനിക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് ആ ടൂൾ ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഡിപ്പെൻഡഡ് ആകുക എന്നുള്ളതല്ല, സ്വയം ചെയ്തു തുടങ്ങുക എന്നുള്ളതും കൂടിയുണ്ട്. അപ്പൊ അതിനായിട്ട് എല്ലാവരും മുൻപോട്ട് വരിക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ, അതിനാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം എടുക്കാൻ തന്നെ കാരണം. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവര് ഒന്ന് വീണെന്നും പറഞ്ഞിട്ട് പിന്നെ അവര് എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നില്ല. വീണാലും വീണ്ടും വീണ്ടും നടക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നടക്കുമ്പോഴൊക്കെ ഈ പതിയെ പതിയെയാണ്, നമ്മൾ ശ്രദ്ധിച്ചേ നടക്കുള്ളൂ. അയ്യോ വീഴുവോ വീഴുവോ, പേടിയാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ്.
അതാണ് പറഞ്ഞത്. ആ കുട്ടിയായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. ആ കുട്ടികൾക്ക് എന്ത് ചിരിക്കേണ്ട കാര്യമാണെങ്കിൽ എന്ത് കണ്ടാലും അവർ ചിരിക്കുന്നുണ്ട്. നമ്മൾക്കോ, നമ്മൾ അതിനെ ഇങ്ങനെ ഒന്ന് ജഡ്ജ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. ഞാനിനി ചിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി അവരെന്തേലും ഓർക്കുവോ, ഭയങ്കര സൗണ്ട് ആണെന്ന് ഓർക്കുവോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചാൽ എന്നെ കാണാൻ കൊള്ളുവോ, ഇങ്ങനെ പല ചിന്തകൾ വന്നിട്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുക. അത് നമ്മുടെ പ്രൈവസി ഉള്ളിടത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിരിക്കുക. നമ്മുടെ ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിനകത്ത് മാത്രമായിരിക്കും ചിരിക്കുക. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോടും മിണ്ടാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ആ കുഞ്ഞ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം അതുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതാരാണോ നൽകിയത്, അവൻ നൽകിയത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൽ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇതില് ഞാൻ എന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സൃഷ്ടിച്ചവനിലാണ്. കാരണം എന്നെ ഇത്രത്തോളം കരുത്തോടെ അല്ലെങ്കിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങളോടെ ഇത്രത്തോളം സവിശേഷതയോട് കൂടി എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ചവന്റെ മഹത്വം എന്തായിരിക്കും? ഞാൻ പിന്നെ എന്തിനു ഭയക്കണം? പിന്നെ ഞാൻ എന്തിനാണ് ആവലാതിപ്പെടേണ്ടത്, ടെൻഷൻ അടിക്കേണ്ടത് എന്തിനാണ്? ഇന്ന് നടക്കേണ്ട കാര്യം അത് എനിക്കുള്ളതാണെങ്കിൽ എന്നിൽ നടക്കും, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു പോവുക എന്നുള്ള ആ ഒരു മാറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ എന്താണ് ഇന്നത്തെ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയായിരിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുക. ഇന്ന് ഉണർത്തി വിട്ടിട്ടുള്ള ആ കുട്ടീനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കയറി വരുന്ന ഒരു സന്തോഷകരമായ കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് അത് ഫീൽ ചെയ്തിട്ട് ആ കുട്ടിക്കാലത്തെ മുറിവുകളൊക്കെ നമുക്ക് ഉണക്കാൻ പറ്റും. മുറിവുകളില്ലാത്തവരില്ല, ഉണ്ട്. ആ മുറിവില്ലെന്നല്ല പറയുന്നേ, ആ മുറിവിനുള്ള മരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് ആ സന്തോഷകരമായ കാര്യങ്ങളെ പിക്ക് ചെയ്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ അതാണ് അവിടെ ഒരു മെഡിസിൻ. ആ മുറിവുകൾക്കുള്ള ഒരു മെഡിസിൻ ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു വന്നാലും ലാസ്റ്റ് ആ ഗ്രാറ്റിറ്റ്യൂഡിലേ പോയി നിൽക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും പഠിച്ചവനെ സ്നേഹിക്കാനും പഠിച്ചവനിലേക്ക് ലയിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ആ ഒരു കുട്ടീനെ ഉണർത്തിയിട്ട് പുതിയൊരു ഒരു വീക്കിലേക്ക് ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് തന്നെ സമ്പർക്കത്തിലായിരിക്കും. അതോടൊപ്പം എന്നിലുണ്ടായ എല്ലാ മാറ്റങ്ങളെയും വിശകലനം ചെയ്യുകയും അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് ഞാൻ മുമ്പോട്ട് വരും എന്ന് തീരുമാനമുള്ളവർ ഈ ഒരു വീക്ക് ഫുൾ എന്ത് ചെയ്യാം, നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. എല്ലാ കാര്യത്തിനെയും സന്തോഷകരമായ കാര്യങ്ങളെ എടുത്തിട്ട് സങ്കടമുള്ള കാര്യങ്ങൾക്ക് പൂ വിതറിച്ച് നമ്മുടെ കയ്യിൽ ആ ഒരു എനർജി ഉള്ളത് ഫീൽ ചെയ്യുക. നമ്മുടെ കുഞ്ഞ് വന്നിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഫീൽ ചെയ്യുക? ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു കൈകൾ കൊണ്ട് നമ്മളെങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ, അതേ ഫീല് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ മുറിവുകൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മെഡിസിൻ കൊടുത്തുകൊണ്ട് അതിനെല്ലാം ഹീലിംഗിലേക്ക് വിടുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ റെക്കോർഡ് ഉണ്ട്. മെഡിറ്റേഷൻ റെക്കോർഡിൽ ഉണ്ടാവില്ല, കാരണം മെഡിറ്റേഷനിൽ പല കാര്യങ്ങൾ കയറി വരുന്നത് കൊണ്ട് അത് പബ്ലിക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇപ്പൊ വരെയുള്ളത് റെക്കോർഡിംഗ് ഉണ്ടാവും. എല്ലാവരും കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പൊ എന്താണ്, ഇന്നിപ്പോ എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് 1 മണിക്കൂർ നിർത്തും എന്ന് പറഞ്ഞത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ അനുഗ്രഹമാണെന്ന് തന്നെ ഫീൽ ചെയ്യുക. അപ്പൊ ഇന്ന് ആരൊക്കെ പേരൻസിനെയും കൂടപ്പിറപ്പുകളും എല്ലാം ഒന്ന് ഓർത്തെടുത്തവർ എത്ര പേരുണ്ട്? അവർ ഹഗ് ചെയ്തവർ എത്ര പേരുണ്ട്? അന്നേരം അനുഭവിച്ച ഫീൽ എന്താണ്? സന്തോഷായിരുന്നോ? സന്തോഷം. യാ, ഓക്കെ ഓക്കെ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു ഫീലിംഗിലേക്ക് വരുമ്പോ അറിയേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരും നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അതായത് മരണപ്പെട്ടു പോയാലും അല്ലാണ്ട് മാറിപ്പോയി കഴിഞ്ഞാലും നമ്മളാണ് അതിന് അകലം വെക്കുന്നത്. നമ്മളൊന്ന് അതിനെ ഒന്ന് ഓർത്തിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ആ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതൊരു നമുക്കൊരു വേദനയല്ല, അതൊരു സന്തോഷമായിട്ട് മാറുന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയുന്നവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്നവരെ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് വർഷങ്ങളോളം കഴിയുന്നവരുണ്ട്.
അതിനെ തിരിച്ചറിയാണ്ട് വർഷങ്ങളോളം കഴിയുന്നവരുണ്ട്. അപ്പൊ ആ വർഷങ്ങളോളം കഴിയുന്നവരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇങ്ങനെയൊന്ന് ഓർത്ത് അവരിലൂടെ നമുക്ക് കിട്ടിയ സന്തോഷകരമായ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങളൊന്ന് അവർ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ഒന്ന് ഓർത്ത് ഹഗ് ചെയ്ത് നോക്ക്. അവര് നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കരഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നത്, അല്ലെ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഒരു തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ എല്ലാ അയൽപക്കത്തും അല്ലെ നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവരിലേക്ക് എത്തിക്കുക. അവരെത്രത്തോളം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രത്തോളം അവർക്ക് എന്ത് വരുന്നുണ്ട്, രോഗാവസ്ഥകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ അല്ലേ?